ബിഗ് ബോസ് മലയാളം സീസൺ 3യുടെ 6ാമത്തെ ദിവസം, അതായത് 7ാമത്തെ എപ്പിസോഡ്, ഈ സീസണിൻ്റെ ആദ്യത്തെ വീക്കെൻഡ് എപ്പിസോഡ്. 14 മത്സരാർത്ഥികളെ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കയറ്റി വിട്ടതിന് ശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം അവതാരകനായ ലാലേട്ടൻ അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി തിരിച്ചു വരുന്ന ദിവസം. പറഞ്ഞു തുടങ്ങുന്നതിന് മുൻപ് പറയട്ടെ, ഒരു അവതാരകൻ എന്ന നിലയിൽ ഹൗസിൽ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങളെല്ലാം ഇഴകീറി പരിശോധിച്ച് എല്ലാത്തിനും ഉത്തരം കാണുന്ന ഒരു കർക്കശക്കാരനായ അവതാരകനെ പ്രതീക്ഷിച്ചാണ് നിങ്ങൾ എപ്പിസോഡിലേക്ക് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും മോഹൻലാൽ നിങ്ങളെ നിരാശപ്പെടുത്തിയിട്ടുണ്ടാകും. അതേസമയം ആ ഹൗസിൽ ഒരു സുഖവിവരങ്ങൾ അന്വേഷിച്ചു പോകുന്ന, അവിടുത്തെ ചില കാര്യങ്ങളേക്ക് ഒന്ന് തൊട്ട് തലോടി സ്പർശിച്ചു പോകുന്ന ഒരു അവതാരകന്റെ റോളിലാണ് ഇന്ന് ലാലേട്ടൻ അവിടെ എത്തിയത്. ആദ്യം തന്നെ ലാലേട്ടൻ ബിഗ് ബോസിന്റെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി അറിയിച്ചു. 2ാം സീസണെ അപേക്ഷിച്ച് 3 ഇരട്ടി പ്രേക്ഷകരുടെ വർധന നിലവിലുണ്ട് എന്ന് എല്ലാവരെയും അറിയിച്ചു. ഇതേ സപ്പോർട്ട് തന്നെ വീണ്ടും തുടരണമെന്ന് അഭ്യർത്ഥിച്ചു. അതിനുശേഷം കഴിഞ്ഞ ആഴ്ചത്തെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഉൾക്കൊള്ളിച്ച ഒരു ചെറിയ വീഡിയോ കാണിക്കുകയും അതിനുശേഷം ഇന്നലെ കാണിക്കാൻ കഴിയാതിരുന്ന ചില രംഗങ്ങൾ വീട്ടിൽ നിന്നും കാണിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതിനുശേഷമായിരുന്നു ശരിക്കും ലാലേട്ടൻ്റെ കുടുംബാംഗങ്ങളുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ആരംഭിച്ചത്. ലാലേട്ടൻ കുടുംബാംഗങ്ങളെ കാണാൻ എത്തുമ്പോൾ ലാലേട്ടൻ ഒരു സർപ്രൈസ് നൽകാനായിട്ട് കുടുംബാംഗങ്ങൾ ആഗ്രഹിച്ചിരുന്നു. അതിനുള്ള പ്ലാനിങ് നടത്തിയിരുന്നു. എന്നാൽ ലാലേട്ടൻ പെട്ടെന്ന് വന്നതോടെ ആ പ്ലാനിങ് തെറ്റുകയും പിന്നീട് ലാലേട്ടൻ്റെ തന്നെ അനുവാദത്തോടു കൂടി ആ സർപ്രൈസ് ലാലേട്ടന് നൽകുകയും ചെയ്തു. അത് പാട്ടും നൃത്തവുമൊക്കെ ഉൾക്കൊള്ളിച്ച ഒരു കലാവിരുന്നായിരുന്നു. എന്തോ ഇഷ്ടമാണ് എല്ലാവർക്കും, എന്നെയല്ല നിങ്ങളെ എന്ന് തുടങ്ങുന്ന രീതിയിൽ എല്ലാവർക്കും ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി നൽകിക്കൊണ്ടായിരുന്നു ലാലേട്ടൻ്റെ തുടക്കം. എല്ലാ പ്രേക്ഷകരും കൈനീട്ടി സ്വീകരിച്ചതിനെക്കുറിച്ചുമൊക്കെ പറയുന്നുണ്ട്. അതിനോടൊപ്പം ഫാൻ പേജുകളും PR പേജുകളും ഓപ്പൺ ആയതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ലാലേട്ടന് അവസരം നൽകിയപ്പോൾ ഫിറോസ് നമ്മുടെ കുട്ടികൾ പണി തുടങ്ങി കാണുമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു എന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. തുടർന്ന് എല്ലാവരുടെയും ഇടയിൽ ഒരു സുഖവിവരം അന്വേഷിച്ച് ലാലേട്ടൻ സംസാരിക്കുകയാണ്. അതിനു മുൻപ് തന്നെ പേര് വിളിയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമുണ്ടായ ഡിംപിളും നോബിയും തമ്മിൽ പേര് വിളിപ്പിച്ച് കറക്റ്റായിട്ടുള്ള പേര് വിളിപ്പിക്കുന്നുണ്ട്. ഓരോരുത്തരും അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോൾ മണിക്കൂട്ടൻ ഇതൊരു ഏതേൻ തോട്ടം പോലെ ഉണ്ടെന്നും ഏതേൻ തോട്ടത്തിലെ ജീവിതം പോലെ സൗഭാഗ്യങ്ങൾ നിറഞ്ഞതാണെന്നും പറയുമ്പോൾ ഏതേൻ തോട്ടത്തിൽ പല പ്രശ്നങ്ങൾക്കും തുടക്കമായിട്ടുണ്ട് എന്നുള്ളതും ലാലേട്ടൻ ഓർപ്പിക്കുന്നുണ്ട്. ഫിറോസിന്റെ ബോസേട്ടൻ വിളിയെ പരാമർശിച്ച് ബിഗ് ബോസിന്റെ സ്വഭാവം പോകെ പോകെ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളുമെന്നും സായി തൻ്റെ കുടുംബത്തിൽ നിന്നും ഇത്രയും ദിവസം മാറി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷമതകളെക്കുറിച്ച് പറയുമ്പോൾ ലാലേട്ടൻ തൻ്റെ ആദ്യകാല ഷൂട്ടിംഗ് അനുഭവങ്ങളെക്കുറിച്ചും വീട്ടിൽ നിന്നും മാറി നിൽക്കുമ്പോൾ വീട്ടിലേക്ക് ബന്ധപ്പെടാൻ കഴിയാതിരുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ചും ഓർത്തു പോകുന്നു. ചെറിയ കുടുംബത്തിൽ നിന്നും വന്നതിൻ്റെ പ്രശ്നം ഇത്രയും പേരുള്ള ഒരു കുടുംബത്തിൽ അനുഭവിക്കുന്നുണ്ട് എന്ന് സൂര്യ പറയുമ്പോൾ ഋതുവിനോട് കുറച്ച് മലയാളമാകാമെന്ന് ലാലേട്ടൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ഡിംപിളിനോട് ഡിംപിളിൻ്റെ സിഗ്നേച്ചർ കമൻറ്റിനെ ഉദ്ദേശിച്ചുകൊണ്ട് നെവർ എന്ന് മാത്രം ലാലേട്ടൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ഡ്രസ്സിനെ ഉദ്ദേശിച്ച് നല്ല ഡ്രസ്സാണ് എന്നും പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് ലക്ഷ്മിയോടും ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. ഇതിനുശേഷം ഒരു ബ്രേക്കിന് അനുവദിച്ച് തിരിച്ചു വരുന്ന ലാലേട്ടൻ ജോർജ് കുട്ടിയുടെ ലുക്കിലാണ് എത്തുക. ദൃശ്യത്തിലെ ജോർജ് കുട്ടിയുടെ ലുക്കിലെത്തുന്ന ലാലേട്ടൻ ദൃശ്യം കുടുംബം ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്നും ബിഗ് ബോസ് കാണാറുണ്ടെന്നും എല്ലാം പറയുന്നു. അതിനുശേഷം ദൃശ്യം 2നെ കുറിച്ചിട്ടുള്ള 4 ടീമുകളായി ചെയ്ത കഥകൾ വായിച്ചു കേൾക്കുന്നു. ഭാഗ്യലക്ഷ്മി, അനൂപ്, ഫിറോസ് എന്നീ 3 ക്യാപ്റ്റന്മാർ വളരെ സീരിയസ് ആയ രീതിയിൽ തന്നെ ദൃശ്യം 3യുടെ കഥയെ സമീപിക്കുകയും വ്യത്യസ്തമായ രീതിയിൽ കഥ അവതരിപ്പിക്കുകയും ചെയ്തു. അതേസമയം നോബി ഒരു ഹാസ്യാത്മകമായ രീതിയിൽ ദൃശ്യം 2വിനെ എങ്ങനെ അവതരിപ്പിക്കാമെന്ന് വേദിയിൽ അവതരിപ്പിച്ചു. അതിനുശേഷം ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ച് വീണ്ടും പഴയ ഗെറ്റപ്പിൽ തന്നെ തിരിച്ചെത്തിയ ലാലേട്ടൻ ക്യാപ്റ്റൻസിയെക്കുറിച്ചിട്ടുള്ള ചോദ്യങ്ങളിലേക്ക് എത്തുന്നു. ക്യാപ്റ്റൻസി മത്സരത്തെക്കുറിച്ചും ക്യാപ്റ്റൻസി മത്സരത്തിൽ യോഗ്യതാ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ ലക്ഷ്മി എങ്ങനെ ക്യാപ്റ്റൻ ആവാതെ 2ാം സ്ഥാനത്തെത്തി എന്ന ചോദ്യം ലാലേട്ടൻ ഉയർത്തി. ഭാഗ്യലക്ഷ്മിയോടുള്ള ഒരു സ്നേഹത്തിൻ്റെ പുറത്ത്, വാത്സല്യത്തിൻ്റെ പുറത്ത് വിട്ടുകൊടുത്തതാണ് എന്നുള്ള നിലയിൽ ലക്ഷ്മി സംസാരിക്കുമ്പോൾ ഇല്ല, അതെനിക്കൊരു വിട്ടു തന്ന ഒരു ക്യാപ്റ്റൻസിഷിപ്പ് അല്ല, തീർച്ചയായിട്ടും കൂടെയുള്ളവർ വോട്ട് ചെയ്ത് എന്നെ ജയിപ്പിച്ചതാണ് എന്ന് പറയാനായിട്ട് ഭാഗ്യലക്ഷ്മി മടിക്കുന്നില്ല. ഇവിടെ മടി ഉള്ള ആളുകളുണ്ടോ എന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ ലക്ഷ്മിയെ ഉദ്ദേശിച്ചുകൊണ്ട് ലക്ഷ്മിക്ക് മടിയുണ്ടോ എന്നുള്ളൊരു സംസാരം വരുമ്പോൾ ലക്ഷ്മി നല്ല രീതിയിൽ ജോലി ചെയ്തു എന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഭാഗ്യലക്ഷ്മി സംസാരിക്കുന്നുണ്ട്. ഓരോ ടീമുകളെയും തിരിച്ച് ക്യാപ്റ്റനെക്കുറിച്ചും ഹൗസിനെക്കുറിച്ചുമുള്ള അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോൾ ക്ലീനിങ് ടീം ലീഡറായിരുന്ന ലക്ഷ്മി റംസാൻ തനിക്കൊരു ഐ ഓപ്പണർ ആയിരുന്നു എന്നും തൻ്റെ മിസ്റ്റേക്കുകൾ പറഞ്ഞു തന്നോ എന്നും കാര്യം ലക്ഷ്മി സമ്മതിക്കുന്നുണ്ട്. സത്യത്തിൽ അവിടെ പരിശോധിച്ചാൽ ഈ വിഷയങ്ങളുടെ ആരംഭം കുറിക്കുന്ന അല്ലെങ്കിൽ ഈ വിഷയങ്ങൾ
ചർച്ചയാക്കാൻ ശ്രമിച്ചത് റിത്തുവും അഡോണിയുമാണ്. റിത്തു അത് ഉദ്ദേശിച്ച രീതിയിൽ കൊണ്ടുവരാതെ റംസാൻ ഉദ്ദേശിച്ച രീതിയിൽ നേടിയെടുത്തു എന്ന് പറയുന്നത് വളരെ കറക്റ്റായിരിക്കും. കിച്ചൺ ടീമിനെ സംബന്ധിച്ച് കിച്ചൺ ടീമും നല്ല അഭിപ്രായങ്ങൾ തന്നെയാണ് ക്യാപ്റ്റനെ കുറിച്ച് പറഞ്ഞത്. അതുപോലെ തന്നെ എല്ലാ ദിവസങ്ങളിലും ഭക്ഷണം ഉണ്ടാക്കുന്നതിന് ക്യാപ്റ്റൻ എത്തിയിരുന്നു എന്നും എല്ലാ ദിവസവും ക്യാപ്റ്റൻ്റേതായിട്ട് എന്തെങ്കിലും ഒരു സിഗ്നേച്ചർ ഡിഷ് ഉണ്ടാക്കിയിരുന്നു എന്നും സമ്മതിച്ചു. ടോയ്ലറ്റ് ക്ലീനിങ് ഉത്തരവാദിത്തങ്ങളുള്ള ടീമും വളരെ നല്ല അഭിപ്രായങ്ങൾ തന്നെയാണ് മുന്നോട്ട് വെച്ചത്. അവർ പറഞ്ഞത് അവരുടെ ടീമിലൊരു ടീം ലീഡറില്ല, എല്ലാവരും ഒരുപോലെ നിന്നാണ് വർക്ക് ചെയ്തത് എന്നൊരു ആശയമായിരുന്നു മുന്നോട്ട് വെച്ചത്. വെസൽ ക്ലീനിങ് ടീമിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് മണിക്കുട്ടൻ പറയുന്നുണ്ട്, ഞങ്ങളുടെ ഒരു ടീം ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ച് ലാലേട്ടൻ ചോദിച്ചില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മറ്റെന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കൂടി ലാലേട്ടൻ ചോദിക്കുമ്പോൾ പൊതുവേ നല്ലൊരു ക്യാപ്റ്റൻസി ആയിരുന്നുവെന്നും എല്ലാവരും ഒരുമിച്ച് ഫുഡ് കഴിക്കണം എന്നൊരു അഭിപ്രായം ക്യാപ്റ്റൻ പറഞ്ഞപ്പോൾ തൻ്റെ ആരോഗ്യസ്ഥിതിയുടെ പ്രത്യേകതകൾ കൊണ്ട് ഉച്ചയ്ക്കൊഴിച്ച് രാവിലെയും വൈകുന്നേരവും തനിക്കത് പറ്റില്ല എന്ന് പറയുകയും അത് അംഗീകരിക്കുകയും ചെയ്തതായിട്ട് മണിക്കുട്ടൻ പറയുന്നുണ്ട്. അതൊഴിച്ച് മറ്റൊരു അഭിപ്രായ വ്യത്യാസങ്ങളും ക്യാപ്റ്റനുമായിട്ടുണ്ടായിരുന്നില്ല എന്ന് മണിക്കുട്ടൻ പറഞ്ഞു വയ്ക്കുന്നു. അതിനുശേഷം ബ്രേക്ക് കഴിഞ്ഞ് വീണ്ടും തിരിച്ചെത്തുന്ന ലാലേട്ടൻ നിങ്ങൾ കഴിച്ച ഭക്ഷണത്തിൻ്റേത് എന്ന് പറഞ്ഞൊരു വൺ ലിസ്റ്റ് കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ സമയത്ത് മാത്രമാണ് നമ്മൾ പ്രേക്ഷകർ അറിയുന്നത് അവിടുത്തെ റേഷൻ തീർന്നു പോയിരുന്നു എന്നുള്ളതും. ആവശ്യമനുസരിച്ച് പിന്നീട് ഭക്ഷണ പദാർത്ഥങ്ങൾ അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നും. അതുപോലെ കത്തി ഒടിച്ചതും ലെറ്റർ ബോക്സിൽ ലെറ്റർ വന്നപ്പോൾ പകരം പോയി ബിഗ് ബോസ് ഹൗസിൻ്റെ വാതിൽ തുറക്കാൻ ശ്രമിച്ചതുമെല്ലാം ലാലേട്ടൻ ഈ സമയത്ത് ചോദിക്കുന്നുണ്ട്. ഇതിനുശേഷം നടന്നത് ഒരു യെസ് ഓർ നോ പ്ലക്കാർഡുകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഗെയിമായിരുന്നു. ലാലേട്ടൻ ഇവിടെ ചോദിച്ച ചോദ്യങ്ങൾക്ക് കുടുംബാംഗങ്ങൾ യെസ് അല്ലെങ്കിൽ നോ എന്ന് ഉത്തരം പറയണമായിരുന്നു. പക്ഷേ ഈ ചോദ്യങ്ങളിൽ ചിലതിലെ വ്യക്തതയില്ലായ്മ തീർച്ചയായിട്ടും കുടുംബാംഗങ്ങളുടെ ഉത്തരത്തെ ബാധിച്ചു എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതിനകത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇവിടെ എല്ലാവരും പാവമാണോ, പരസ്പര മത്സരം നിലവിലുണ്ടോ തുടങ്ങിയവയൊക്കെയായിരുന്നു. ഋതു എല്ലാവരും പാവമാണ് എന്ന് തോന്നുന്നില്ലെന്നും താനും ഇപ്പോൾ പാവമാണെങ്കിലും എപ്പോഴും അങ്ങനെ ആയിരിക്കില്ലെന്നും പറഞ്ഞു വെച്ചു. ഇവിടെ പരസ്പരം മത്സരമുണ്ടോ എന്ന ചോദ്യത്തിന് ഡിംപിൾ മത്സരത്തിനാണ് ഇവിടെ വന്നതെന്നും എന്നാൽ ഭാഗ്യലക്ഷ്മി ഇതുവരെ മത്സരം ഇവിടെ തുടങ്ങിയിട്ടില്ലെന്നും പറഞ്ഞു. മടി ഈ വീട്ടിലെ അംഗമാണോ എന്ന ചോദ്യത്തിന് മണിക്കുട്ടൻ പകൽ ഇവിടെ ഉറങ്ങുന്നവരെക്കുറിച്ചും ലക്ഷ്മിയുടെ മടിയെക്കുറിച്ചും അതുപോലെ തന്നെ അഡോണിക്കുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. എന്നാൽ ചില ചോദ്യങ്ങളോട് ഹൗസിലെ എല്ലാ അംഗങ്ങളും നോ എന്നാണ് മറുപടി കൊടുത്തത്. അത്തരത്തിലുള്ള 2 ചോദ്യങ്ങൾ, ഒന്ന് നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ എളുപ്പമാണോ ബിഗ് ബോസ് ഹൗസിലെ ജീവിതം, രണ്ടാമതായിട്ടുള്ള ചോദ്യം ഈ ബിഗ് ബോസ് എന്ന ഷോ സ്ക്രിപ്റ്റഡ് ആണോ എന്നിവയായിരുന്നു. ഇതിനെല്ലാവരും നോ എന്ന് തന്നെ പറഞ്ഞു. അതിനിടയ്ക്ക് ലാലേട്ടൻ ചോദിച്ചു ഇവിടെ വരുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഇതൊരു സ്ക്രിപ്റ്റഡ് ഷോ ആണെന്ന വിചാരമുണ്ടായിരുന്നു എന്നതിന് അഡോണി അങ്ങനെ ഒരു വിചാരമുണ്ടായിരുന്നു, ഇപ്പോൾ അത് മാറി എന്ന് പറയുന്നുണ്ട്. മറ്റൊരു ചോദ്യം മത്സരാർത്ഥികൾ അഭിനയിക്കുകയാണോ എന്നതായിരുന്നു. സീനിയർ ജൂനിയർ വേർതിരിവുകൾ ഇല്ല എന്ന സ്റ്റേറ്റ്മെൻറ്റിന് ഉണ്ട് എന്ന് ലക്ഷ്മി ഉത്തരം നൽകി. മണിക്കുട്ടനും ഉണ്ട് എന്ന ഉത്തരത്തിൽ തന്നെയായിരുന്നു നിന്നത്. ചിലരുടെ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടെന്ന് മണിക്കുട്ടൻ പറഞ്ഞു. ചിലരുടെ അഭിപ്രായങ്ങൾ മാത്രമാണ് മുകളിൽ നിൽക്കുന്നത് എന്ന് സൂര്യ പറഞ്ഞു. ഇതിനിടയ്ക്ക് ലാലേട്ടൻ ഗ്രൂപ്പിസം തുടങ്ങിയോ എന്ന ചോദ്യം ചോദിച്ചു. അതിന് ചിലർ എസ് എന്നും ചിലർ നോ എന്നും പറഞ്ഞു. അതിനെക്കുറിച്ച് കൂടുതൽ ചോദിച്ചപ്പോൾ ചില തീരുമാനങ്ങൾ കേൾക്കാറില്ല അല്ലെങ്കിൽ ചില അഭിപ്രായങ്ങൾ കേൾക്കാറില്ല എന്ന് റിത്തു പറഞ്ഞു. ഭാഗ്യലക്ഷ്മി ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ചിലർ ചിലയിടങ്ങളിലൊക്കെ ഒരുമിച്ചിരിക്കുന്നത് കാണാറുണ്ട്, അത് ഗ്രൂപ്പാണോ എന്ന് തനിക്കറിയില്ല എന്ന രീതിയിൽ ഭാഗ്യലക്ഷ്മി അതിനെക്കുറിച്ച് പറഞ്ഞു. ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ഓവറോൾ ആ ഹൗസിൽ നടന്ന എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് കാണാനും നല്ല രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ നടന്നുപോയത് എന്ന് പ്രസൻറ്റ് ചെയ്യാനുമായിരുന്നു ഭാഗ്യലക്ഷ്മി ശ്രമിച്ചത്. ഇതിനെ കാര്യമായിട്ട് ആരും തിരുത്തി പറയുകയോ അതിനെക്കുറിച്ച് വ്യത്യസ്തമായൊരു അഭിപ്രായം പറയുകയോ ചെയ്തിട്ടില്ല. ഈ ഡിസ്കഷനുകൾ കഴിഞ്ഞ് ലാലേട്ടൻ നാളെ വരാമെന്ന് പറഞ്ഞ് ഹൗസ്മേറ്റ്സിനോട് യാത്ര പറഞ്ഞ് പോയി. ഇതിനുശേഷം റിത്തുവും അഡോണിയും തമ്മിലൊരു ചർച്ച നടക്കുന്നുണ്ട്. ഈ ചർച്ചയുടെ സാരം എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഉണ്ടോ ഇല്ലയോ എന്ന ചോദ്യത്തെ ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു. അപ്പം അഡോണി ഗ്രൂപ്പ് ഇല്ല എന്ന നിലപാടെടുത്തതിനെയാണ് റിതു ചോദ്യം ചെയ്തത്. റിതു ഇത് ചോദ്യം ചെയ്യാൻ കാരണം റിത്തുവും അഡോണിയും തമ്മിലുള്ളൊരു സംസാരത്തിൽ ഗ്രൂപ്പ് സ്ട്രാറ്റജിയെക്കുറിച്ച് വ്യക്തമായ ഒരു സംസാരം അവർക്കിടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ അന്ന് ഗ്രൂപ്പ് എന്ന് സംസാരിച്ച അഡോണി എന്തുകൊണ്ടാണ് ഇപ്പോൾ ഗ്രൂപ്പില്ല എന്ന് പറയുന്നത് എന്ന ചോദ്യത്തിന് അഡോണി പറഞ്ഞു വയ്ക്കുന്നത് ഒരാൾ അയാളുടെ സ്ട്രാറ്റജികൾ നടത്താൻ മറ്റൊരാളെ വേണമെങ്കിൽ അയാളെ യൂസ് ചെയ്യുന്നു, അത് ഒരിക്കലും ഒരു ഗ്രൂപ്പല്ല, അതൊരു സ്ട്രാറ്റജിയാണ് എന്നതാണ് അഡോണിയുടെ നിലപാട്. അപ്പോൾ അതിന് മറുപടിയായിട്ട് ഇപ്പോൾ അഡോണി പറഞ്ഞത് എന്താണെന്ന് എനിക്ക് ക്ലിയർ ആയിട്ടുണ്ട്, പക്ഷെ അന്ന് നിങ്ങൾ ഗ്രൂപ്പ് എന്ന പദം ഉപയോഗിച്ചിരുന്നു എന്ന് റിതു പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ എപ്പിസോഡ് ആരംഭിക്കുന്ന സമയത്ത്
ഇന്നലെ കാണിക്കാൻ കഴിയാതിരുന്ന ചില രംഗങ്ങൾ ഹൗസിൽ നിന്ന് കാണിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ടാസ്കിൻ്റെ കംപ്ലീഷൻ്റെ ഭാഗമായിട്ട് 2 പേരുടെ ജീവിത ഷെയറിങ്ങുകളായിരുന്നു. ജീവിത ചുറ്റുപാടുകളെക്കുറിച്ച് അഡോണി പറയുമ്പോൾ തൻ്റെ വിദ്യാഭ്യാസ കാലത്തെക്കുറിച്ചും +1 +2 വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഒരു ഇൻ്റർനാഷണൽ സെമിനാർ അറ്റൻഡ് ചെയ്യുന്നതിനെക്കുറിച്ചും, അതുപോലെ എറണാകുളത്ത് വന്ന് ഒരു സെമിനാർ അറ്റൻഡ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ പ്രീ ബുക്കിംഗ് ഇല്ല എന്ന് പറഞ്ഞു, കോൾഡ് സ്റ്റോറേജ് തൊഴിലാളിയുടെ മകനാണ് എന്ന് പറഞ്ഞു, തന്നെ ആ ഷോയിൽ പങ്കെടുക്കാൻ കഴിയാതെ തിരിച്ചുവിട്ട കഥകളും അദ്ദേഹം ഓർത്തെടുത്തു. എന്നെ ഇറക്കിവിട്ട വ്യക്തി എന്ന് കാണുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയാണ് ഇന്ന് ബിഗ് ബോസിൽ നിൽക്കുന്നത് എന്നൊരു മാസ് ഡയലോഗ് പറഞ്ഞ് അവസാനിപ്പിച്ചാണ് അദ്ദേഹം സ്റ്റേജിൽ നിന്നിറങ്ങിയത്. റംസാൻ ആവട്ടെ തൻ്റെ വാടക വീട്ടിലെ താമസവും LKG കാലഘട്ടം മുതലുള്ള ഡാൻസ് ജീവിതവും മാമനോടൊത്തുള്ള ജീവിതവും, വിവാഹിതനായ മാമൻ തന്നോടൊപ്പം തൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് തന്നെ നിരന്തരം സഹായിച്ചു കൊണ്ടിരിക്കുന്ന, തൻ്റെ ഒപ്പം നിലകൊള്ളുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചും പറയുന്നുണ്ട്. വീടില്ലാതെ വാടക വീട്ടിൽ താമസിച്ച റംസാൻ ഇപ്പോൾ സമീർ എന്ന തൻ്റെ മാമനോടൊപ്പം തനിക്ക് ഫസ്റ്റ് പ്രൈസായി കിട്ടിയ വീട്ടിലാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അതുപോലെ തന്നെ രാത്രി നടക്കുന്ന മറ്റൊരു രംഗം, അതും ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ടൊരു രംഗമാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന മറ്റൊരു രംഗം. ഭക്ഷണം ചിലർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അഡോണി വന്ന് ആ ഭക്ഷണമേശയ്ക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങൾ അടിച്ചു മാറാൻ ശ്രമിക്കുമ്പോൾ ലക്ഷ്മി ഇപ്പോൾ അടിക്കേണ്ടതില്ലെന്നും മറ്റും പറയുന്നുണ്ട്. ഇതൊരു ചെറിയ ചർച്ചയ്ക്ക് വേദിയാകുന്നു. അപ്പോൾ അഡോണി ചോദിക്കുന്നുണ്ട്, ഞാൻ കുളിച്ച് ഒരുങ്ങി കിടന്നു കഴിഞ്ഞാൽ രാത്രി ഇവിടെ ബാക്കി വരുന്ന പൊടിയും കാര്യങ്ങളും നാളെ ആരെങ്കിലും അടിച്ചിട്ടില്ല എന്ന് കംപ്ലൈൻറ്റ് പറഞ്ഞാൽ എന്ത് ചെയ്യുമെന്നും. അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഋതു അവിടെ എത്തുകയും ഇതിനിപ്പം കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമുണ്ടോ, ആരെങ്കിലും അഡോണിയെ ഒന്ന് സഹായിച്ചാൽ പോരെ എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ച് വെക്കുന്നുണ്ട്. പക്ഷേ ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ടീം ക്യാപ്റ്റനും ടീം മെമ്പേഴ്സും തമ്മിലുള്ള ആ ഒരു മാനസിക അകലത്തിൻ്റെ പ്രകടനം കൂടിയായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. അങ്ങനെ അടുത്ത ദിവസം ഹൗസിലേക്ക് ഒരു പുതിയ മത്സരാർത്ഥി കൂടി എത്തുമെന്ന ഒരു സൂചനയോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു എപ്പിസോഡിൻ്റെ അപ്ഡേറ്റ്സുമായി. സിനിമ, ടെലിവിഷൻ, നവമാധ്യമങ്ങൾ എന്നിവയുടെ വിനോദ പരിപാടികളെക്കുറിച്ചറിയാൻ വ്യൂവേഴ്സ് ഹൗസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പമുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. തുടർന്നുള്ള ചാനലിൻ്റെ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കും. വീഡിയോയെക്കുറിച്ചുള്ള സഭ്യമായ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റുള്ളവർക്കായി വീഡിയോ ഷെയർ ചെയ്യുന്നത് പരിഗണിക്കുക.